നമുക്ക് പായസം കുടിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പായസമാണ്. ഒരുപാട് ചേരുവൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ അടുക്കളയിലുള്ള സാധാ ചേരുവ വെച്ച് അടിപൊളിയായിട്ട് എങ്ങനെ ഒരു പായസം ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. ഇതിൽ ടേസ്റ്റ് കൂടാനായിട്ടുള്ള ഒരു സാധനം ഞാൻ പറയാം, ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കറക്റ്റ് അളവ് ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി വീഡിയോ ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണും. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഉണങ്ങല്ലരിയാണ്. ഇതിപ്പോൾ എല്ലാ കടകളിലും കിട്ടും. അഥവാ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് സാധാ പച്ചരി വെച്ചിട്ടും ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന അരിയാണ്. അപ്പോൾ ഇതുകൊണ്ട് പായസം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഞാൻ നല്ലപോലെ കഴുകിയതിന് ശേഷം 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട്, അരി വേകാനുള്ള വെള്ളം മാത്രമേ ഞാൻ ഒഴിക്കണുള്ളൂ. ഈ കറക്റ്റ് അളവായിരിക്കും ഇത് അരി വേകാൻ വേണ്ടിയിട്ട്. 2.5 കപ്പ് വെള്ളം ഒഴിച്ച് അത് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ച്, അങ്ങനെ 2 വിസിലടിച്ചതിന് ശേഷം ഞാനവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ എയർ നല്ലപോലെ പോണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കിലോ വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് കുറച്ച് വെള്ളത്തിലാണ് ഞാൻ വെല്ലം ഉരുക്കുന്നത്, ഒരുപാട് വെള്ളത്തിലല്ല. അപ്പോൾ അതാ നമ്മുടെ അരിയൊക്കെ നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയി കിട്ടണം ചോറ്. പിന്നെ നമ്മൾ വെല്ലം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അരി വേകില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ വെല്ലമൊക്കെ ഉരുക്കി നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. കല്ലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, എന്നാലും അരിച്ചെടുത്തതാണ്. എന്നിട്ട് വെല്ലപ്പാവ് ഒഴിച്ചിട്ടുണ്ട്. വെല്ലപ്പാവ് ഒഴിച്ചതിന് ശേഷം ഇനി ഈ വെല്ലപ്പാവിൽ കടന്നിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കി വരട്ടിയെടുക്കണം. നമുക്ക് ഈ വെല്ലം മുഴുവനും അരി കുടിച്ച് കിട്ടണം. അപ്പോഴാണ് നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് കൂടുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ തന്നെ നല്ലപോലെ ഇളക്കിയിട്ട് തന്നെ വറ്റിച്ച് കുറുക്കിയെടുക്കുക. വരട്ടിയെടുക്കുക എന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെ ചെയ്യാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഓൺ അമർത്തി വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അരിയൊക്കെ നല്ലപോലെ വരട്ടി പോലെ വന്നിട്ടുണ്ട്. അടി പിടിക്കാതെ നോക്കണം. അടി പിടിച്ചാൽ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റേ വ്യത്യാസം വരും. ഇതേപോലെ നല്ലപോലെ വരട്ടി വന്നതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിക്കേണ്ടത്, ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒന്നും അത് ഞാൻ സാധാ ഒരു പാക്കറ്റ് പാല് നല്ലപോലെ കാച്ചിയിട്ടാണ് ഒഴിക്കണത്. പശുമ്പാലായിട്ട് ആരും അധികം വെല്ലമുള്ള പായസം വയ്ക്കലില്ല. പഞ്ചസാര ഇട്ടിട്ടുള്ള പായസത്തിലാണ് പശുമ്പാൽ ഒഴിക്കൽ. ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ, എന്താവും എന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ തേങ്ങ കുറവായിരുന്നു. കൊട്ടത്തേങ്ങയിൽ നമുക്ക് പാല് പിഴിഞ്ഞാൽ കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു ഐഡിയ ചെയ്ത് നോക്കി, എങ്ങനെ ഒന്ന് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട്. സംഭവം സക്സസ് ആണ് കേട്ടോ. പാലൊന്നും പിരിഞ്ഞു വന്നില്ല, നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സാധാ വെക്കണയിലും വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇനി ഈ നമ്മളിപ്പോൾ ഒഴിച്ച പാല് നല്ലപോലെ കുറുക്കിയെടുക്കുക. പിന്നെ ഇതിൽ ഞാൻ ഈ 1 കപ്പ് അരിക്ക് നമുക്ക് എത്ര വെല്ലം വേണ്ടി, എത്രയാണ് തേങ്ങാപ്പാൽ വേണ്ടി എന്നൊക്കെ കറക്റ്റ് അളവ് ഞാൻ അതിൽ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു 5-6 ഏലക്കായ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിനെ നല്ലപോലെ അടിച്ചിട്ട് അതിലത്തെ 1-ാം പാലും എടുത്തിട്ടുണ്ട്, 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഏലക്കായ ഇട്ടിട്ടാണ് ഞാൻ അടിക്കൽ. എപ്പോഴും തേങ്ങാപ്പാൽ ഉണ്ടാക്കൽ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. ഏലക്കായൻ്റെ പൊടി സെപ്പറേറ്റ് ഇട്ടാൽ എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് 2-ാം പാലാണ്. 2-ാം പാൽ ഒഴിച്ചിട്ട് ഇനി ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. 1 നാഴി അരി, 1 കപ്പ് അരി എന്നൊക്കെ പറയില്ല, 250 ml 1 കപ്പ് അരി അല്ലെങ്കിൽ 1/4 കിലോന് അരി നമ്മൾ പായസം വെക്കുകയാണെങ്കിൽ അതിലേക്ക് 4 തേങ്ങൻ്റെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുക്കണം. നമ്മൾ 3-ാം പാലിലാണ് അരി വേവിക്കുക. പിന്നെ അതിലേക്ക് കറക്റ്റ് മധുരത്തിന് ആവശ്യമായിട്ട് 750 ഗ്രാം മുതൽ 1 കിലോ വേണ്ട, 750 ഗ്രാം ശർക്കര വേണം. അപ്പോഴാണ് അതിന് കറക്റ്റ് മധുരം ഉണ്ടാകുള്ളൂ. ഇതിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് സാധാ ഉള്ള ചേരുവ വെച്ചിട്ട് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ. സംഭവം കിടു തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒഴിച്ച 2-ാം പാല് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോൾ ഞാൻ ഒഴിച്ചത് നമ്മൾ 1-ാം പാലാണ്. 1-ാം പാൽ ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഒരുപാട് ഇത് തിളപ്പിക്കാൻ നിൽക്കരുത്. നല്ലപോലെ ചൂടായി ഒന്ന് തിള വരുന്ന സമയം കൊണ്ട് നമുക്കിത് ഓഫാക്കി എടുക്കാം. ഇത് നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കണം, അങ്ങനെ വലിച്ചു കുടിക്കണം പോലെ അല്ല കേട്ടോ.
സ്പൂണായിട്ട് കോരി കുടിക്കുക, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഇലയിൽ ഒഴിച്ചിട്ട് 2 പപ്പടം കൂട്ടി കുഴച്ചിട്ട് കഴിക്കുക. കല്യാണത്തിനൊക്കെ കിട്ടില്ലേ കുറുകിയ ഒരു പായസം, അതേപോലെയാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പെരുന്നാളിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒന്നും എനിക്കത് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല ഇതുവരെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എപ്പോഴും ഞാൻ ചെറുപയർ പരിപ്പും അല്ലെങ്കിൽ കടലപ്പരിപ്പും അങ്ങനെയൊക്കെയാണ് പായസം ഉണ്ടാക്കൽ. സേമിയ ഇപ്രാവശ്യം ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു അരിപ്പായസം ഉണ്ടാക്കിയതാണ്. അത് ഉണങ്ങലരി വെച്ചിട്ടാകുമ്പോൾ നല്ല കിടിലൻ ടേസ്റ്റുമാണ്. അപ്പോൾ അത് നല്ല പോലെ നമ്മൾ ഒഴിച്ച 1-ാം പാല് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാനിത് ഫ്ലെയിം ഓഫാക്കി. ഇനി ഇത് ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല, അടിപൊളിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു താളിപ്പ് ഇടുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്തിട്ടിട്ടാണ് വറവിടുന്നത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കി എന്നുള്ള അതിൻ്റെ അനുഭവം പറയുമ്പോഴേക്കും ഇനി ഇതൊരാൾക്ക് ഉണ്ടാക്കി നോക്കണം എന്നുള്ളൊരു തോന്നലെങ്കിലും വരിക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിപ്പിക്കുക. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കണ്ടും ഒരുപാട് നന്ദി. ഇൻഷാ അള്ളാ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.